നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അച്ഛനൊപ്പം ഷാർജയിൽ താമസിക്കുന്ന അമ്മ ഉടനെ ചോക്ലേറ്റുമായി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആ 10 വയസ്സുകാരി. എന്നാൽ തന്റെ അമ്മ അച്ഛന്റെ ക്രൂര പീഡനത്താൽ മരിച്ചുപോയി, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ അമ്മയെ ആരെങ്കിലും കൊന്നുവോ എന്ന് പോലും അറിയാൻ കഴിയാതെ ആ പിഞ്ചോമന മരവിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. എന്താണ് എല്ലാവരും വീട്ടിൽ വരുന്നതെന്നും എന്താണ് അമ്മമ്മ മൈക്കിൾ സംസാരിക്കുന്നതെന്നും ഒന്നും അറിയില്ല. എല്ലാവരും എന്തൊക്കെയോ പറയുന്നു. എന്തെങ്കിലും സംഭവിച്ചോ എന്ന് പോലും അറിയാൻ സാധിക്കാതെ ആ 10 വയസ്സുകാരി ആ വീട്ടിലുണ്ട്. അച്ഛനൊപ്പം ഷാർജയിൽ നിന്നും അമ്മ ഉടനെ എത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആ പിഞ്ചോമന. ഷാർജയിൽ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട അതുല്യയുടെ മകൾ ആരാധ്യ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ സ്കൂളിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ശനിയാഴ്ച സ്കൂൾ വിട്ട് വന്നപ്പോൾ വീട്ടുമുറ്റത്തെ ആൾക്കൂട്ടം കണ്ട് അമ്പരന്ന് പോയ കുഞ്ഞ് അമ്മുമ്മയ്ക്ക് അസുഖം വല്ലതുമായോ എന്ന് തിരക്കിയെന്ന് തേവലക്കര പഞ്ചായത്ത് അംഗം ബിന്ദുമോൾ പറയുന്നു. കുഞ്ഞു വരുമ്പോൾ കരയരുത് എന്നും വിഷമം കാണിക്കരുത് എന്നും ബന്ധുക്കൾ അമ്മുമ്മ തുളസിഭായിയോട് പറഞ്ഞിരുന്നു. അവരത് അപ്പടി അനുസരിച്ചതിനാൽ ആരാധ്യയ്ക്ക് സംശയമൊന്നും തോന്നിയിരുന്നില്ല. ഞായറാഴ്ച രാവിലെ തന്നെ ആരാധ്യയെ അയൽവീട്ടിലേക്ക് മാറ്റുകയും ചെയ്തു. ശനിയാഴ്ച ഷാർജയിലെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കാണപ്പെട്ട തേവലക്കര കോയിവിള തട്ടാന്റെ വട്ടക്കത്തിൽ അതുല്യ ഭവനിൽ അതുല്യ എന്ന 30 വയസ്സുകാരി 11 വർഷം അനുഭവിച്ചത് കൊടിയ പീഡനങ്ങളാണ്. ഭർത്താവ് ശാസ്താംകോട്ട മനക്കര സ്വദേശി സതീഷ് ശങ്കറിന്റെ പീഡനമാണ് മരണകാരണമെന്ന് അതുല്യയുടെ കുടുംബം സുഹൃത്തുക്കളും ഉറപ്പിച്ചു പറയുന്നു. ഇതും ശരിവെക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും വാട്സപ്പ് ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും ഒട്ടേറെയുണ്ട്. ശാരീരിക മാനസിക പീഡനങ്ങളുടെ വിവരം അമ്മയെയും അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അതുല്യ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു. ഇരുവരുടെ കുടുംബാംഗങ്ങളുമായി അയൽക്കാരുമായും സംസാരിച്ചപ്പോഴും സതീശന്റെ സ്വഭാവ വൈകൃതങ്ങളുടെയും സംശയരോഗത്തിന്റെയും മദ്യപാനത്തിന്റെയും പേടിപ്പിക്കുന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതുല്യയെ കൊലപ്പെടുത്തിയതായാണെന്നാണ് അമ്മ തുളസിഭായിയുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നത്. 30ാം ജന്മദിനത്തിലാണ് അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതുല്യയുടെ മൃതദേഹം ഷാർജ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മോർച്ചറിയിലേക്ക് മാറ്റി. അയാൾ എന്നെ ചവിട്ടിക്കൂട്ടി ജീവിക്കാൻ പറ്റുന്നില്ല, ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്നടക്കമുള്ള അതുല്യയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. അതുല്യയുടെ പിറന്നാൾ ദിവസമായതിനാൽ തന്നെ മമ്മിക്ക് വാട്സപ്പിൽ സന്ദേശം അയച്ചിരുന്നു. ഹാപ്പി ബർത്ത്ഡേ മമ്മി എന്നൊക്കെ തന്നെ ഈ 10 വയസ്സുകാരി വാട്സപ്പിൽ സന്ദേശം അയച്ചിരുന്നു. ഉമ്മ എന്നൊക്കെ പറഞ്ഞ സന്ദേശം അയച്ചിരുന്നു. പക്ഷേ അതെല്ലാം കാണുമ്പോൾ തന്റെ മകൾക്ക് വേണ്ടി ജീവിച്ച അതുല്യ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുക എന്ന ചോദ്യം വീണ്ടും ആവർത്തിച്ചുയരുകയാണ്. ഇനി ഭർത്താവ് തന്നെയാണോ കെട്ടിത്തൂക്കിയത് നടക്കമുള്ള കാര്യങ്ങളും സംശയനിഴലിലാകുന്നുണ്ട്. മാത്രമല്ല, ഇതിനു തൊട്ടു മുമ്പുള്ള വിഭജികയുടെ മരണം ഒന്ന് എടുത്തു നോക്കുക. വിഭജികയുടെ മരണം അതൊരു ആത്മഹത്യയാണെന്ന് തന്നെയായിരുന്നു പ്രാഥമിക വിവരം. അതിൽ പറയാൻ സാധിച്ചിരുന്നത് പുറത്തുനിന്നും ജോലിക്കാർ വീട്ടിലേക്ക് വന്നപ്പോൾ കതക് തുറന്നില്ല, പിന്നീട് തൊട്ടടുത്തുണ്ടായിരുന്ന ഫ്ളാറ്റിലെ ഭർത്താവിനെ വിളിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഭർത്താവ് അപ്പോൾ വെളിയിൽ പോകുന്ന സമയത്ത് അകത്ത് ഇങ്ങനെ ഒരു കൊലപാതകം അല്ലെങ്കിൽ അകത്ത് ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുമെന്ന് അറിഞ്ഞിട്ടാണോ എന്നറിയില്ല. ഇയാൾ ഇത്തരം കഥകൾ മെനഞ്ഞതാണോ എന്നും അറിയില്ല. എന്തായാലും കൊലപാതകമാണോ അല്ലെങ്കിൽ ആത്മഹത്യയാണോ എന്നതിലുള്ള നിഗമനത്തിൽ ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. അതുല്യ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് കല്യാണത്തിന് ശേഷം പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നു എന്നും സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായ ദുരനുഭവങ്ങൾ തന്നോട് അതുല്യ പറഞ്ഞിട്ടുണ്ടെന്നും നാട്ടിലെ സുഹൃത്ത് പറയുകയാണ്. അതുല്യക്ക് സതീശനോട് വലിയ സ്നേഹമായിരുന്നു. പക്ഷേ നിരന്തരം ഇയാൾ ദേഷ്യത്തിൽ ഇവൾക്ക് മൂത്രം പോലും കുടിക്കാനായി കൊടുത്തിരുന്നു എന്നടക്കമുള്ളവ പറയുന്നുണ്ട്. പലപ്പോഴും ചെയ്ത കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്നും പറ്റിപ്പോയതാണെന്നും ഒക്കെ തന്നെ സതീശ മാപ്പ് പറയുമായിരുന്നു. സതീശ് മർദ്ദിച്ചതിന്റെ പാടും കസേരയെടുത്ത് അടിക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കത്തി പിടിച്ചു നിൽക്കുന്ന ഇയാൾ ആക്രോശിക്കുന്നതും മർദ്ദനമേറ്റ അതുല്യ കരയുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞ് രംഗത്തെത്തിയ സതീഷ് താൻ അതുല്യയെ മർദ്ദിക്കാറുണ്ട് എന്ന് മാധ്യമങ്ങളോട് സമ്മതിച്ചു. ഉപദ്രവം ബുദ്ധിമുട്ടാണെങ്കിൽ അവൾ എന്നെ വിട്ടുപോകുമായിരുന്നില്ലേ എന്നാണ് അയാളുടെ ചോദ്യം. എന്തായാലും ജോലിക്ക് പോകുമ്പോൾ അതുല്യയെ വീട്ടിനുള്ളിൽ പൂട്ടിയിട്ട് താക്കോലുമായാണ് സതീഷ് പോകാറുള്ളതെന്ന് അതുല്യയുടെ അമ്മ തുളസിഭായി പറയുന്നു. വീട് പൂട്ടിപ്പോയാലും തിരികെ എത്തുമ്പോൾ വീടും ഫോണും എല്ലാം പരിശോധിക്കും. കല്യാണ നിശ്ചയത്തിന് ശേഷമാണ് സ്വഭാവം മനസ്സിലായത്. എപ്പോൾ ഫോൺ വിളിച്ചാലും എടുക്കണമെന്ന് പറഞ്ഞ് അന്നേ നിബന്ധനകൾ വെച്ചിരുന്നു. നിശ്ചയത്തിന് ശേഷം പലവട്ടം വിവാഹം വേണ്ടെന്ന് വെച്ച് മോതിരം ഊരി നൽകിയിരുന്നു. അപ്പോഴൊക്കെ സതീശന്റെ അമ്മ വീട്ടിലെത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കി കരഞ്ഞാണ് കല്യാണം നടത്തിയത് എന്നും തുളസിഭായി പറയുന്നു. അതുപോലെ തന്നെ അതുല്യയുടെ മകൾക്ക് 1.5 വയസ്സുള്ളപ്പോൾ വിവാഹബന്ധം വേർപെടുത്താൻ കേസ് കൊടുത്തിരുന്നു. 2 കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ വീട്ടുകാരറിയാതെ അതുല്യയെ കൊണ്ട് കേസ് പിൻവലിക്കാനുള്ള രേഖകളിൽ ഒപ്പുവെച്ചു. കേസ് തീരുന്നതിന് മുൻപ് ഫ്ളാറ്റ് എടുത്ത ശേഷം കൂട്ടുകാരുമൊത്ത് വീടിന്റെ മതിൽ ചാടി അതുല്യയെ കൊണ്ടുപോകാൻ എത്തി. പിന്നീട് വീട്ടുകാരെയും ബന്ധുക്കളെയും വരുത്തി സംസാരിച്ച ശേഷം സതീശനൊപ്പം വിടുകയായിരുന്നു. ബന്ധം വേർപെടുത്തി എവിടെ പോയാലും പിന്നാലെ എത്തി കൊലപ്പെടുത്തിയ ശേഷം താനും ആത്മഹത്യ ചെയ്യുമെന്ന് സതീശ് ഭീഷണിപ്പെടുത്തിയതായി അതുല്യ പറഞ്ഞിരുന്നു. ഇതേ രീതിയായിരിക്കും ഒരു പക്ഷെ ചെയ്തത്. കാരണം അതുല്യയുടെ മരണത്തിന് ശേഷം ഇയാൾ പോസ്റ്റ് ഇട്ടിരുന്നു. അവളും പോയി ഞാനും പോകുന്നു എന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇനി ഈ അതുല്യയെ കൊന്ന് ഇയാൾ ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമമായിരുന്നു
എന്നും അറിയില്ല. എന്തായാലും ശാസ്താംകോട്ടയിലെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ശാന്തനായിരുന്ന സതീശൻ എന്ന സഹപാഠികൾ പറയുന്നു. പ്രായമായ ശേഷമാണ് മദ്യപാൻ തുടങ്ങിയത്. ഗൾഫിൽ പോയ ശേഷം മദ്യപിച്ച് ദിവസങ്ങളോളം ജോലിക്ക് ഹാജരാകാതിരുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലേബർ ക്യാമ്പിൽ മദ്യപിച്ച് വലിയ പ്രശ്നമുണ്ടാക്കിയതായി ഗൾഫിലെ മലയാളി വ്യവസായിയുടെ കമ്പനിയിൽ ഒപ്പമുണ്ടായിരുന്ന തെക്കുഭാഗം സ്വദേശി പറയുന്നു. മദ്യപിച്ച ഭ്രാന്തനെ പോലെ അതുല്യയെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഈ സത്യങ്ങളും പുറത്തുവരുന്നത്.